പ്രിയമുള്ള മക്കളെ, welcome back to a new video. Today we are discussing about the lesson The Doorway and a Robot with a Virus. ഈ പാഠഭാഗങ്ങളിലെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. 7ാം ക്ലാസ്സിൻ്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെയുള്ള നോട്ട്സ് ആക്ടിവിറ്റീസ് ഈ ചാനലിൽ തന്നെ ക്ലാസ് 7 ഓൾ സബ്ജക്ട്സ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. മക്കൾ പോയി കാണാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു റോബോട്ടിൻ്റെ പടം ഉണ്ടല്ലേ, അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. വാട്ട് ആർ കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം? ഒരു റോബോട്ടിന് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. നമുക്ക് അറിയാം, ഒരുപാട് കുക്കിംഗ്, ക്ലീനിങ്, മാനുഫാക്ചറിങ്, ഫാർമസി അസിസ്റ്റൻറ്റ്, സീവിങ്, ഷൂ മേക്കിംഗ്, ഹോട്ടൽ സർവീസ്, അങ്ങനെയുള്ള എല്ലാം വരും. ഹാവ് യു എവർ സീൻ or heard about robot that helps with household chores? അല്ലേ, അങ്ങനെയുള്ള റോബോട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ് അല്ലേ, യെസ്സോ നോയോ നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ. ഹൗസ് ഹോൾഡ്, അതായത് വീട്ടിലെ പണികൾ ചെയ്യുന്ന. പിന്നെ ഇഫ് യു ആർ ഗെറ്റ് സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? ഒരു റോബോട്ടിൻ്റെ സർവീസ് വീട്ടിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? If I got service of a robot at home, I would make it help with household chores such as cooking, cleaning. ഇതിനൊക്കെ വേണ്ടി ഞാൻ റോബോട്ടിനെ യൂസ് ചെയ്യും. ലിസ്റ്റ് ഓഫ് സം അതർ ഗാഡ്ജറ്റ്സ് ദാറ്റ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റും ഡിവൈസസിൻ്റെയും പേര് നിങ്ങൾക്ക് അറിയാലോ. AC, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, അങ്ങനെ കമ്പ്യൂട്ടർ, സൗണ്ട് സിസ്റ്റം, വാഷിംഗ് മെഷീൻ, മൈക്രോ ഓവൻ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ അല്ലേ, ഇതൊക്കെ ഡിവൈസസ് ആണ് എഴുതാവുന്നത് അല്ലേ. പിന്നെ ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ അവസാനത്തിൽ എത്രാമത്തെ പേജാണ്? 16ാമത്തെ പേജ് മുതലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. കണ്ടോ, ദീസ് ആർ സം ഇവൻറ്റ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി. മുകളിലെ സ്റ്റോറി അല്ലേ, റോബോട്ട് വിത്ത് ആ സ്റ്റോറിയിലെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കുറച്ച് സംഭവങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഡിസോർഡർ ആണ് അല്ലേ. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് വിട്ടുപോയി അല്ലേ. നമുക്ക് ആ ചോദ്യങ്ങൾ കൂടി നോക്കിയിട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്താ? വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? റിക്കിയുടെ ഹാബിറ്റ്സ് സ്ലോവൻലി ആണെന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. എല്ലായിടക്കും വലിച്ചെറിയുമായിരുന്നു, അതുകൊണ്ടാണ് അല്ലേ. അടുത്ത ചോദ്യം, വാട്ട് ഷുഡ് ഹൗസ് ഹോൾഡ് കോസ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? അല്ലേ, ബട്ട്ലർ റോബോട്ട് എന്തൊക്കെയാണ് വീട്ടിലെ പണികൾ ചെയ്തിരുന്നതാണ്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെന്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്, ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ്. റിക്കിയുടെ വസ്ത്രങ്ങൾ എടുത്തു മാറ്റലായിരുന്നു അതിൻ്റെ പ്രധാന പണി. പിന്നെ അടുത്തത്, വാട്ട് ഡസ് ദ ഓതർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The author means that Ricky caught the robot doing something wrong. Here Ricky's misunderstood the robot. He thought the robot has stolen his t-shirt എന്നാണ് അതിനുത്തരമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. ഇവിടെ അടുത്ത ചോദ്യം എന്താണ് നോക്കാം. Here sir, I don't know, it was bothering you. What does the robot mean? എന്താണ് റോബോട്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? റോബോട്ട് ഹാഡ് സീൻസ് റിക്കീസ് തിങ്സ് ലേയിങ് സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ. അവരുടെയും വലിച്ചെറിഞ്ഞിരിക്കുകയാണ് റിക്കിയുടെ സാധനങ്ങൾ അല്ലേ. ഇറ്റ് വാസ് തോട്ട് ദാറ്റ് ഹി ഡിഡ് നോട്ട് നീഡ് ദം. അവനത് ആവശ്യമില്ല. ദ റോബോട്ട് വാസ് പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് വാസ് നോട്ട് വാണ്ടഡ്. ആവശ്യമില്ലാത്തതെല്ലാം കളക്ട് ചെയ്യാണ് റോബോട്ടിന് വരുന്നത്. ദ റോബോട്ട് ഡിഡിൻ നോ ദാറ്റ് ടേക്കിംഗ് റിക്കീസ് ബിലോങ്ങിങ്സ് വാസ് ബോദറിങ് ഹിം എന്നാണ് നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുക. ഇനി 5ാമത്തെ ചോദ്യം, വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് റിക്കീസ് ബിഹേവിയർ? റിക്കീസിൻ്റെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായത്? റിക്കി വാസ് അഷേംഡ്. റിക്കി ഡിസൈഡ് ടു ബിക്കം മാക്സിമം എഫിഷ്യൻസി ബോയ് ആവാൻ അവൻ തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ട്രീറ്റഡ് ഹിസ് തിങ്സ്. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മേഡ് ഷുവർ ഹി ഡിഡിൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ മൈ. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ റിക്കിക്കുണ്ടായി. ഇനി അടുത്തത്, ഈ നേരത്തെ പറഞ്ഞു ഇതിൽ കുറേ ഇവൻറ്റുകൾ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓർഡറിലാണോ? അല്ല, ഓർഡറിലല്ല. അതെന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡറിലാക്കി മാറ്റണം എന്നുള്ളതാണ് അല്ലേ.
അതിലെ റിക്കി പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്, അതാണ് ആദ്യം വരിക. ഇല്ല, ഈ മൂന്നാമത്തെയാണ് ആദ്യം വന്നിരിക്കുന്നത്. അവസാനം വരുന്ന ഏതാണ്? റിക്കി ഡിസൈഡ് ടു ബിക്കം മാക്സിമം എഫിഷ്യൻസി ബോയ്, നല്ല കുട്ടിയായി മാറാൻ തീരുമാനിച്ചു. അതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഓർഡറിൽ എഴുതാം കേട്ടോ. രണ്ടതാ, റിക്കീസ് മദർ ഗിവ്സ് കോസ് ടു ഡു അറൗണ്ട് ഹൗസ്. റിക്കി വേക്കപ്സ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ആൻഡ് ക്ലീൻ ടൈഡി. അല്ലേ? റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. ഇങ്ങനെ കൃത്യമായ ഓർഡറിൽ നമുക്കത് എഴുതാം. ഓക്കെ. അടുത്തത് നമുക്ക് എന്താണ്? റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് അബോവ്. ഈ ഇവൻറ്റ് ഇപ്പം നമ്മൾ എഴുതിയില്ലേ, അതിനെ ഒരു പാരഗ്രാഫ് ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ച് നമുക്കത് എഴുതാം. റിക്കി പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്. റിക്കീസ് മദർ ഗീവ്സ് ഹിം കോസ് to do around the house. One morning, Ricky woke up and found his room perfectly clean and tidy. But soon he realized that his favorite t-shirt and football were missing. He searched for his missing t-shirt and football everywhere. He followed the butler robot around the house to spy on it. Ricky caught the butler robot red-handed. Ricky complained to his parents about the butler robot. Ricky becomes ashamed of he treated his belongings. Ricky started taking better care of his possessions. Ricky decided to become a maximum efficiency boy എന്ന് നമുക്ക് കൊടുക്കാം. ഇനി അടുത്തത്, we saw a change in Ricky's behavior at the end. Write them below. ആദ്യം മുമ്പ് എങ്ങനെയായിരുന്നു? റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. അതിനുശേഷം റിക്കി എങ്ങനെയായി? റിക്കി became more careful of his belongings. അവൻ്റെ കാര്യങ്ങളൊക്കെ, സാധനങ്ങളൊക്കെ അവൻ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി അല്ലേ? വേറെ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്? ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ്, എല്ലാം വലിച്ചെറിയായിരുന്നു അല്ലേ? അതെന്ത് ചെയ്യാൻ തുടങ്ങി? ഹി സ്റ്റാർട്ടഡ് ടു കീപ് ഹിസ് റൂം നീറ്റാക്കി വെക്കാൻ തുടങ്ങി. ഹി കെയർഡ് ഫോർ നത്തിങ്, അവനൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ, ആളുകളെ സഹായിക്കാൻ തുടങ്ങി. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ഹിസ് ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. പക്ഷേ റിക്കി ബിക്കെയിം അഷേംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ് അല്ലേ? അവൻ്റെ സാധനങ്ങൾ എടുത്തു വെച്ചതിൽ അവന് ലജ്ജ തോന്നി. ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. ഹി ബിക്കെയിം മാക്സിമം എഫിഷ്യൻസി ബോയ്. അവന് ശീലം വളരെ മോശമായിരുന്നു, പിന്നെ മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി മാറിയെന്നാണ് അല്ലേ? ഇനി അടുത്തത്, റിക്കി ടെൽ ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബൻ. അപ്പോൾ റോബിനോട് റിക്കി റോബോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ റോബിനോട് എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് എഴുതേണ്ടത്. നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കാം. ഹേയ്, യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. എൻ്റെ അച്ഛൻ ഒരു റോബോട്ട് വാങ്ങിച്ചു. വാട്ട്, എ റോബോട്ട്? റിയലി അമേസിങ് ആണല്ലോ. യാ, ഇറ്റ്സ് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ട്. ക്യാൻ കുക്ക്, ക്ലീൻ ആൻഡ് അയൺ ദ ക്ലോത്ത്സ്. അത് അയൺ ചെയ്യും, കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും അല്ലേ? അപ്പോൾ റോബിൻ, അമേസിങ്, ഹൗ ലക്കി യു ആർ, നീ ഭാഗ്യവാനാണ്. ബട്ട് സംതിങ് വിയേർഡ് ഹാപ്പൻ. പക്ഷേ അവിടെ എന്താണ്? വിയേർഡായ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. എന്താണത്? ഐ കുഡിൻ ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട്. എൻ്റെ ടീഷർട്ട് കാണാനില്ല. അപ്പോൾ ഡിഡ് യു ഇൻഫോം ദ പാരൻസിനോട് പറഞ്ഞോ? യെസ്, ബട്ട് ദേ ഡിഡിൻ ബിലീവ്. പക്ഷെ അവരെന്നോട് വിശ്വസിച്ചില്ല. അങ്ങനെ ഞാൻ റോബോട്ടിനെ ആ കാര്യത്തിൽ പിടിച്ചു. ഓ, ദാറ്റ് സ്ട്രേഞ്ച്, മേ ബി ദ റോബോട്ട് ട്രൈയിങ് ടു ഹെൽപ്പ് യു. റോബോട്ട് നിന്നെ സഹായിച്ചതല്ലേ? യാ, ഇറ്റ്സ് കളക്ട് അൺവാണ്ടഡ് തിങ്സ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് കളക്ട് ചെയ്യും. അപ്പോൾ റോബിൻ, ദാറ്റ് സൗണ്ട്സ്, അത് കൊള്ളാലോ. ദ റോബോട്ട് ഈസ് വണ്ടർഫുൾ ഡിവൈസ്. യെസ്, റിയലി ഔസം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ്. ഇനി നാലാമത്തെ പ്രവർത്തനം, റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിലെ ഈ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കാം. പിക്ക് ഔട്ട് എക്സ്പ്രഷൻ ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസ്എഗ്രിമെന്റ് ഉള്ള എന്താണ് ഏതൊക്കെയെന്ന് പറയാം കേട്ടോ. എക്സ്പ്രഷൻസ് ഏതാ? ഡിസ്എഗ്രിമെന്റ് ഉള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെ ഇതിൽ ഏതൊക്കെയാണ്? ഐ ഡോണ്ട് തിങ്ക് സോ, യു ആർ റോങ്, അങ്ങനെയുള്ള വാക്കുകളില്ലേ? ഇതാണ് നോക്കൂ. ഐ ഡോണ്ട് തിങ്ക് സോ, ഹി ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ് അല്ലേ? അതൊക്കെ ഡിസ്എഗ്രിമെന്റ് ആണ്. ഹി ഡൂയിങ്, പിന്നെ ഏതാണ്?
പിന്നെ യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ റോബോട്ട്സ് വർക്ക്സ്, ഐ കാൺ എഗ്രി വിത്ത്, നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല. ഈ വാക്കുകളൊക്കെയാണ് ഇതിലെന്തുള്ളത്, ഡിസ്എഗ്രിമെൻ്റ് ആയിട്ടുള്ള എന്താണ് പാസേജസ്, എക്സ്പ്രഷൻസ് ഉള്ളത്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ എന്താണ്, നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. അതുലിനും അഞ്ജുലിനും റോബോട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നോക്കാം. ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം, ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻ കനോട്ട്. അല്ലേ, മനുഷ്യന് കഴിയാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ. അഞ്ജു യെസ് അതുൽ ഐ എഗ്രി, ഞാനത് സമ്മതിക്കുന്നു. അപ്പോൾ ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, ബട്ട് ലെറ്റ് ടോക്ക് അബൌട്ട് ദ അഡ്വഞ്ചേഴ്സ് ഫസ്റ്റ്. ആദ്യം അതിൻ്റെ ഗുണങ്ങൾ പറയാം. എന്താണ് അത്, എന്താണ് 24 മണിക്കൂറും വർക്ക് ചെയ്യും. അത് ശരിയാണ്. അപ്പോൾ എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വെർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ, ഫാക്ടറികളിൽ സ്പീഡായി ചെയ്യാൻ കഴിയും. അല്ലേ, ഇത്തരം കുറേ കാര്യങ്ങളുണ്ട്. ദ സെൻറ്റൻസ് അബൌട്ട് ഷോ എഗ്രിമെൻറ്റ് ആൻഡ് ഡിസ്എഗ്രിമെൻറ്റ്, ഇതിലൊക്കെ എഗ്രിമെൻറ്റും ഡിസ്എഗ്രിമെൻറ്റും ഉണ്ട്. അവ ഇങ്ങനെ തിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലേ, ഐ എഗ്രി ദാറ്റ് ഡു കൂൾ സ്റ്റഫ്, അത് എഗ്രിമെൻ്റ് ആണ്. ഡിസ്എഗ്രിമെൻറ്റോ, ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ്, കുറച്ച് എന്താണ് ഡൗൺ, മോശം കാര്യങ്ങളും അതിലുണ്ട് എന്നാണ്. അപ്പോൾ അത് ഡിസ്എഗ്രിമെൻ്റ് ആണ്. അങ്ങനെ എത്ര വാക്കുകളുണ്ട് നമുക്ക് നോക്കാം. ഏതൊക്കെയുണ്ട്? ബട്ട് അതുപോലെ ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, എനിക്കെല്ലാം മനസ്സിലായി. യാ ദാറ്റ്സ് ട്രൂ, എക്സാക്ട്ലി, ഐ എഗ്രി, യാ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. ഇതൊക്കെ അവൻ സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. ഐ സീ യുവർ പോയിന്റ് ബട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്എഗ്രിമെൻ്റ് ആണ്. ദാറ്റ്സ് ട്രൂ, ബട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡിസ്എഗ്രിമെൻ്റ് ആയി മാറും. അല്ല മക്കളെ, അതാണ് അതിൽ വാക്കുകൾ. ഇപ്പം ഇതിൽ നിന്നെടുത്ത ഈ ഇവരുടെ സംസാരത്തിൽ നിന്നെടുത്ത ഡിസ്എഗ്രിമെൻറ്റും എഗ്രിമെൻറ്റുമായ സെൻറ്റൻസുകളാണ്. ഇനി ലെറ്റ്സ് കണ്ടക്ട് എ ഡിബേറ്റ് ഇൻ ക്ലാസ്, വി കനോട്ട് ലിവ് വിത്തൗട്ട് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. 2 ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു ഗ്രാം സപ്പോർട്ട് ചെയ്യുക, മറ്റേത് ഒപ്പോസ് ചെയ്യുക. യു മേ ഫിക്സ് എ മോഡറേറ്റർ വെക്കാം. അല്ലേ, അങ്ങനെ ലിസ്റ്റ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫ്രം ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. യൂസും അബ്യൂസും, മൊബൈൽ ഫോണിൻ്റെ യൂസും അബ്യൂസും എന്തൊക്കെയാണ്? ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, എളുപ്പമായിട്ട് സ്പീഡിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. അബ്യൂസ് എന്താണ്? വേസ്റ്റ് ടൈം, സമയം കളയും. വേറെ എന്തൊക്കെയുണ്ട്? മേക്കിംഗ് ഫോൺ കോൾസ് ആൻഡ് സെൻഡിങ് മെസ്സേജസ്, ഫോൺ കോൾ ചെയ്യാൻ പറ്റും. എക്സസീവ് യൂസ് ക്യാൻ ലീഡ് ടു സോഷ്യൽ ഐസൊലേഷൻ, അമിതമായി യൂസ് ചെയ്താൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ടേക്കിംഗ് ഫോട്ടോസ്, റെക്കോർഡിംഗ് വീഡിയോസ് ആൻഡ് എഡിറ്റിംഗ് മീഡിയ, അതൊക്കെ ചെയ്യാൻ പറ്റും. അല്ലേ, ക്യാൻ ബി മിസ്യൂസ്ഡ് ഫോർ സൈബർ ബുള്ളിയിങ്, ചീറ്റിംഗ്, അതിനൊക്കെ യൂസ് ചെയ്യാം. യൂസിങ് മാപ്സ് ആൻഡ് നാവിഗേഷൻ ആപ്സ് ഫോർ ഡയറക്ഷൻ ആൻഡ് ലൊക്കേഷൻ ട്രാക്കിങ്ങിനൊക്കെ പറ്റും. അഡിക്ഷൻ ടു ദ മൊബൈൽ ഗെയിമിന് അഡിക്ഷൻ ഉണ്ടാവും. വാച്ചിങ് മൂവീസ്, ലിസണിങ് ടു മ്യൂസിക്, സിനിമ കാണാം, മ്യൂസിക് കേൾക്കാം, ഗെയിം കളിക്കാം. പ്രോലോങ്ഡ് സ്ക്രീൻ ടൈം ക്യാൻ കോസ് ഐ സ്ട്രെയിൻ, ഒരുപാട് നേരം നോക്കിയിരുന്നാൽ നമുക്ക് കണ്ണിന് വേദന ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെയോ എനേബിൾ ക്വിക്ക് ആക്സസ് ടു ദി ഇൻഫർമേഷൻ ആൻഡ് റിസർച്ച് മെറ്റീരിയൽസ്, അല്ലേ, അറിവിന് വിവരങ്ങൾ പെട്ടെന്ന് കിട്ടും. മൊബൈൽ ഫോൺ ക്യാൻ ബി അഡിക്റ്റീവ്, മൊബൈൽ ഫോൺ ചിലപ്പോൾ അഡിക്റ്റ് ആവും. അതുകൊണ്ട് നമുക്കതിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. അതുകൊണ്ട് അധികമായി യൂസ് ചെയ്ത്, അതൊക്കെയാണ് അതിൻ്റെ അബ്യൂസസ്. ഓക്കെ, അതിനുശേഷം ഇവിടെ സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം പോപ്പുലർ ഔട്ട്ലെറ്റ്, അൺഫോർച്ചുനേറ്റ്ലി ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്. സാറ എന്താണ് ഒരു കടയിൽ നിന്ന് എന്ത് വാങ്ങിച്ചു? വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. പെട്ടെന്ന് അത് നിന്നു. ഇപ്പോൾ ഇവിടെ കമ്പനി എന്താണ് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, അപ്പോൾ കമ്പനി റിഗാർഡിങ് വാഷിംഗ് മെഷീൻ അത് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. റിക്കി കെപ്റ്റ് കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് റോബോട്ട്. റിക്കി എന്ത് ചെയ്യാണ്? പാരൻസിനോട് എപ്പോഴും റോബോട്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു, പക്ഷെ അവർ കേട്ടില്ല. സോ ഹി ഡിസൈഡ് ടു രജിസ്റ്റർ കംപ്ലൈൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി. മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് അവനൊരു ഇമെയിൽ അയച്ചു. അപ്പോൾ എങ്ങനെ അയക്കും? ഇപ്പോൾ ഫ്രം എഴുതണം, അല്ലേ, റിക്കിയുടെ മെയിൽ ടു റോബോട്ടിൻ്റെ ഇമെയിൽ, സബ്ജക്റ്റ് എന്താണ് കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ, ricky@gmail.com, ഇവിടെ കമ്പനിയുടെ 1 2 3 റീപ്ലേസ്മെൻറ്റ് ഓഫ് മിസ് പ്രോഗ്രാംഡ് റോബോട്ട് എന്നാണ് സബ്ജക്റ്റ്. പ്രോഗ്രാം മിസ്സായി തെറ്റായി കൊടുത്ത അതിൻ്റെ മാറ്റി തരണം എന്നാണ്. അപ്പോൾ എന്നിട്ട് അവൻ എന്താണ് എഴുതുക? മൈ നെയിം ഈസ് റിക്കി, എൻ്റെ പേര് റിക്കി എന്നാണ്. മൈ ഫാദർ പർച്ചേസ്ഡ് എ റോബോട്ട് ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ. കുറച്ച് ആളുകൾക്ക് മുമ്പ് എൻ്റെ വാപ്പ, എൻ്റെ അച്ഛൻ ഒരു റോബോട്ട് വാങ്ങിച്ചിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല.
എനിക്ക് തോന്നുന്നത് അത് മിസ്പ്രോഗ്രാംഡ് ആണ്. ആൻഡ് ഡസ് തിങ്സ് ദാറ്റ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ അത് ചെയ്യുകയാണ്. സോ ക്യാൻ യു പ്ലീസ് റീപ്ലേസ് ദ റോബോട്ട്, മാറ്റിത്തരാമോ? ഐ ഹാവ് അറ്റാച്ച്ഡ് സം പിക്ചേഴ്സ് ഓഫ് റോബോട്ട്സിൻ്റെ പ്രോബ്ലം കുറച്ച് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് അതിൽ ചെയ്യാൻ പറ്റുക. പിന്നെ അടുത്ത ചോദ്യം ഇവിടെ എന്താണ്? കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് ഫോർ പസിൽ റിലേറ്റഡ് ടു ഹൗസ് ഹോൾഡ് കോഴ്സ് ഫോളോയിങ് ദ ഡയറക്ഷൻ ഗിവൻ. ഇതിൻ്റെ ഈ പസിൽ പൂർത്തിയാക്കാൻ ക്ലീൻ വിത്ത് വാട്ടർ, വെള്ളം കൊണ്ട് എന്താണ് ക്ലീൻ ചെയ്യണം. ഫ്രീ ഫ്രം ഡേർട്ട്, വൃത്തി അഴുക്കില്ലാത്തത്. തിങ്സ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്യാൻ. ഇതിൻ്റെയൊക്കെ ഉത്തരം എന്ത് വരിക? 1 ക്ലീൻ വിത്ത് വാട്ടർ, വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് എന്താണ്? വാഷ് എന്നാ പറയുക അല്ലേ. പിന്നെ ഫ്രീ ഫ്രം ഡേർട്ട്, അഴുക്കില്ലാത്തത് എന്താണ്? 3 ക്ലീൻ, അഴുക്കില്ലാത്ത അവസ്ഥയെ നമ്മൾ ക്ലീൻ എന്നാ പറയുക. തിങ്സ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ആൻഡ് ക്ലീൻ, ഫ്ലോർ ക്ലീൻ വൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണ്? 4. നാലാമത്തെ എന്താണ്? മോപ്പ് അല്ലേ, മോപ്പ്. പിന്നെ ക്ലീനിങ് വിത്ത് ബ്രൂം, ചൂല് കൊണ്ട് വൃത്തിയാക്കുന്നതിന് എന്താ പറയുക? 2 അല്ലേ, 2 താഴോട്ട്, സ്വീപ്പ് എന്നാ പറയുക, സ്വീപ്പ് അല്ലേ. കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്, പീസാക്കി മുറിക്കുന്നതിന് എന്താണ്? 3 എന്താ പറയുക? ചോപ്പ്. ഇതാണ് ചോപ്പ്. ഇനി 8ാമത്തെ, റിക്കി മദർ വാണ്ടഡ് ടു ഹിം ടു ഡു വേരിയസ് ഹൗസ് ഹോൾഡ് കോഡ്. ഹിയർ ഇസ് വാട്ട് ഷീ കീപ്സ് ടെല്ലിങ് ഹിം. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദി സ്റ്റഡി റൂം അല്ലേ. പിന്നെ റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഓർ, ഇതൊക്കെ അവൻ്റെ അമ്മ പറയുന്നതാണ്. യുവർ പാരന്റ് ടു മൈറ്റ് ഹാവ് ആസ്ക്ഡ് യു ടു സർട്ടൻ തിങ്സ്, റൈറ്റ് ഫ്യൂ ദം. നിങ്ങളുടെ അമ്മമാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾ എഴുതാനാണ് അല്ലേ. ഇതുപോലെ പറയാറില്ലേ? എങ്ങനെ എഴുതാം? ഓർഗനൈസ് യുവർ ടോയ്സ്, ടോയ്സ് എടുത്ത് വെക്കി. സോർട്ട് ആൻഡ് ഫോൾഡ് യുവർ ഡ്രസ്സസ്, ഡ്രസ്സ് മടക്കി വെക്കി. ക്ലീൻ യുവർ ഡിഷസ്, പാത്രം കഴുകുക. ബ്രഷ് യുവർ ടീത്ത്സ്, പല്ല് തേക്ക്. സെർവ് ടേബിൾ ഫോർ ഡിന്നർ, ടേബിൾ വൃത്തിയാക്ക്. ഡസ്റ്റ് ദ ലിവിങ് റൂം, ലിവിങ് റൂമിൽ പൊടിയൊക്കെ തട്ടിക്കളിയെന്നൊക്കെ അമ്മമാർ പറയും. ഞാൻ ഇതിൽ ഹൗ വിൽ യു ആസ്ക് യുവർ പാരൻസ് ടു ഡു സംതിങ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എങ്ങനെയായിരിക്കും പറയുക? ഒരു ഉദാഹരണം ഇവിടെ ഉണ്ട്. മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്, എൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ എന്നെ സഹായിക്കാമോ? അതുപോലെ വേറെ എന്തൊക്കെ എഴുതാം നമുക്ക്? മദർ പ്ലീസ് ഹെൽപ്പ്, മോം ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്, ഹോംവർക്കിനെ സഹായിക്കുമോ? ഡാഡ് പ്ലീസ് ക്യാൻ യു പ്ലേ വിത്ത് മീ ചെസ്, എൻ്റെ കൂടെ ചെസ് കളിക്കാമോ? പ്ലീസ് ക്യാൻ ഐ പ്ലേ ഔട്ട്സൈഡ് ഫോർ എ വൈ, ഞാൻ കുറച്ചു നേരം പുറത്തു പോയി കളിക്കട്ടെ. മദർ വിൽ യു റീഡ് എ ബെഡ് ടൈം സ്റ്റോറി ഫോർ മീ, എനിക്കൊരു കഥ പറഞ്ഞു തരുമോ കിടക്കുന്ന സമയത്ത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇനി ആക്ടിവിറ്റി 9, ലുക്ക് അറ്റ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഫ്രം ദ സ്റ്റോറി. ഈ പാരഗ്രാഫ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. പാരഗ്രാഫിൽ സെൻറ്റൻസ് ലൈക്ക് ദ എബോവ് റെഫർ ടു ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദി പാസ്റ്റ് ഹാവിങ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദി പ്രസൻറ്റ്. ഇതിലെ ചില സെൻറ്റൻസ് എന്താണ്? പാസ്റ്റ്, ഭൂതകാലത്ത് കഴിഞ്ഞു പോയതും പക്ഷെ നമ്മുടെ കാലത്ത് അതിന് റെലവൻസ് എന്താണ്? അതിന് എന്താണ്? ഗൗരവമുള്ള ഒരു കാര്യമാണ് അല്ലേ. ട്രൈ ഫൈൻഡ് ഔട്ട് സെൻറ്റൻസ് ഓഫ് സിമിലർ പാറ്റേൺ ഫ്രം ദ പാരഗ്രാഫ് ഗിവൻ ബിലോ. നമ്മുടെ താഴെ ഒരു പാരഗ്രാഫ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അതേപോലത്തെ സെൻറ്റൻസ് താഴെ കൂടി പറയാം. അപ്പോൾ ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 13 years. ഇതുപോലത്തെ വേറെ സെൻറ്റൻസ് ഉണ്ട്. അതായത് ഞാൻ ഇവിടെ എന്താണ് 30 വർഷമായി ജീവിക്കുന്നതാണ്. അതുപോലത്തെ വേറെയും വാചകങ്ങൾ ഏതൊക്കെ നമുക്ക് എഴുതാം? ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ഹിസ് പ്ലേസ് ആസ് മൈ ഹോം. ഐ ഹാവ് റിയലൈസ്ഡ് ദാറ്റ് യു cannot expect to have everything you like to have. I think you to have realized it. കേട്ടോ, ഇതൊക്കെ എന്താണ്? പാസ്റ്റിൽ എന്താണ്? കഴിഞ്ഞു പോയതാണ്, എന്നാൽ അതിന് പ്രസൻറ്റിൽ റെലവൻസും ഉണ്ട്. അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ്. ഇനി 10ാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സം പോസ്റ്റേഴ്സ് വൈൽ ഒബ്സർവിങ് എൻവിറോൺമെൻറ്റ് അല്ലേ. പരിസ്ഥിതിനെ നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കിയാവും. ഇവിടെ താഴെ ഒരു പോസ്റ്റർ ഉണ്ട്.
കണ്ടില്ലേ? അനലൈസ് ദ പോസ്റ്റർ ഫോർ ദ ഫോളോയിങ്. ഇതിൻ്റെ ഈ പോസ്റ്ററുകളുടെ കണ്ടന്റ്, പിക്ചർ, ലേഔട്ട്, മെസ്സേജ് ഇതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ? എന്താണ് ഇനി അതിൽ അനലൈസ് ചെയ്തതിന് ശേഷം വാട്ട് ഫങ്ഷൻസ് ഡു ദേ സർവ്. ഇത് ഈ പോസ്റ്ററുകൾ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടത്തുന്നത്? ഒന്ന് ടു എഡ്യൂക്കേറ്റ്, നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെയോ ടു എന്ത് കൊടുക്കാൻ പറ്റും? ടു ഇൻഫോം, അറിയിക്കുന്നു. ടു അവയർനെസ്, ടു ബിക്കം അവയർനെസ് ഉണ്ടാക്കുന്നു അല്ലേ? കളക്ട് സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? പോസ്റ്റേഴ്സിന് അങ്ങനെ സ്പെഷ്യൽ ലാംഗ്വേജ് ഉണ്ടോ? ഗീവ് ദം സം എക്സാമ്പിൾസ്. കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്യുക എന്നാണ്. ഉണ്ടല്ലേ? പോസ്റ്ററിൻ്റെ പ്രത്യേകത എന്താ? അതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന് സിമ്പിൾ ലാംഗ്വേജ് അല്ലേ? ഇമേജസ്, ഐക്കൺ, ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാവും. കളേഴ്സ്, ബോണ്ട് ഫോൺസ് ഉണ്ടാവും. സ്ലോഗൻ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും അല്ലേ? ഇതൊക്കെയാണ് ഒരു പോസ്റ്ററിൻ്റെ പ്രധാന പ്രത്യേകത എന്നുള്ളത്. പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഏതൊക്കെ നമുക്ക് എഴുതാം? ഡോൺ ലെറ്റ് ഗാഡ്ജറ്റ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ് അല്ലേ? നിങ്ങളുടെ പുറത്തുള്ള കളിക്ക് പകരമായിട്ട് ഗാഡ്ജറ്റ് ആവരുത്. ഡോൺ ലെറ്റ് യുവർ സ്ക്രീൻ സ്റ്റീൽ യുവർ ലൈഫ് സീൻസ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചകൾ എന്താണ്? സ്ക്രീൻ കട്ടെടുക്കരുത്. പവർ ഡൗൺ ടു പവർ അപ്പ് യുവർ കണക്ഷൻസ്. പവർ ഓഫ് ചെയ്യുക, നിങ്ങളുടെ കണക്ഷൻസ് പവർ അപ്പ് ചെയ്യാൻ വേണ്ടി. ഡിസ്കണക്ട് ടു റീകണക്ട് അല്ലേ? നിങ്ങൾ ഫോൺ ഡിസ്കണക്ട് ചെയ്യുക, നിങ്ങൾ സ്വയം വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി. ബാലൻസ് യുവർ സ്ക്രീൻ ടൈം. പിന്നെ പുട്ട് ഡൗൺ ദ ഡിവൈസ്, പിക്കപ്പ് ലൈഫ്, സ്ക്രീൻ ഓഫ്, റിയൽ ലൈഫ് ഓൺ. ഇതൊക്കെ നമുക്ക് ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള എന്താണ് ഇതായിട്ട് എഴുതാൻ പറ്റും. സ്റ്റേ പ്രസൻറ്റ്, ലിമിറ്റ് ദി സ്ക്രീൻ, ഡിജിറ്റൽ ഡെറ്റോക്സ്, യുവർ മൈൻഡ് ഡിസർവ് എ ബ്രേക്ക്, ലെസ് സ്ക്രീൻ മോർ ഡ്രീം, അൺപ്ലഗ് ആൻഡ് പ്ലേ, ലിവ് മോർ സ്ക്രോൾ ലെസ്, ഹെൽത്തി മൈൻഡ്, ലിമിറ്റഡ് സ്ക്രീൻ. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഇതെന്താണ്? ഇവിടെ റിക്കീസ് ഹോം, വി യൂസ് എ നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. ദേ എഡ്യൂക്കേറ്റ് ടു എൻ്റർടൈൻ അസ് ടു, ബട്ട് ഓഫൻ ദേ ആർ മിസ്യൂസ്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദി മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ മിസ്യൂസിനെ കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് അയക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. താങ്ക്